ഒരുപാട് ലിറ്റററി വർക്ക് സിനിമയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളാണ്. അങ്ങനെ ചെയ്ത അധികം പേര് ഇന്ന് ഉണ്ടാവില്ല എന്ന് തന്നെ തോന്നുന്നു ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ. ബിക്കോസ് എല്ലാ വായനക്കാരൻ്റെയും മനസ്സിൽ അവനവൻ്റെ കുറേ ഐഡിയാസും ഇമേജസും ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനെ സിനിമയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതൊരു റിസ്ക് കൂടി ഇൻവോൾവ് ആണ്. ബട്ട് സ്റ്റിൽ യു പ്രിഫർ ടു ചൂസ് ദാറ്റ്. എന്തുകൊണ്ടാണ്? ഞാൻ ഈ ഒരു വഴിയിലേക്ക് എത്തിയത് പ്രധാനമായും ഞാനൊരു എഴുത്തുകാരൻ്റെ രീതിയിലല്ല ഞാൻ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ഫിലിം മേക്കറുടെ ജോബ് ഡിഫറെൻ്റ് ആണ് ശരിക്കും. അതൊരു സ്റ്റോറി ടെല്ലറാണെന്നൊക്കെ പലപ്പോഴും വളരെ കാഷ്വലായി പറയപ്പെടുന്നുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് അല്ല ഫിലിം മേക്കറുടെ എസെൻഷ്യൽ ജോബ്. ഫിലിം മേക്കറുടെ ജോബ് ഈസ് ടു ക്രിയേറ്റ് ദാറ്റ് ഒരു എക്സ്പീരിയൻഷ്യൽ വേൾഡ്, ദൃശ്യശ്രാവ്യമായിട്ടുള്ളൊരു ലോകത്തെ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ശരിക്കും ഫിലിം മേക്കറുടെ ജോലി. അതിലൊരു ഘടകം മാത്രമാണ് കഥ, അല്ലെങ്കിൽ തിരക്കഥ, കഥാപാത്രങ്ങൾ, ഇതെല്ലാം ചേർത്തത്. സോ ആ ഒരു ആർട്ടാണ് എൻ്റെ ഒരു കോളിംഗ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു എഴുത്തുകാരനല്ലാത്തൊരാൾ ഒരു കഥയെ ജനറേറ്റ് ചെയ്യാനോ ഒരു കഥാപാത്രങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കാതെ അവൈലബിൾ ആയിട്ടുള്ള ധാരാളം മെറ്റീരിയൽ ഉണ്ട്. എനിക്ക് ആക്ച്വലി ഒരു ഒറിജിനലായൊരു സാധനം എഴുതാൻ തോന്നാത്ത അത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ലിറ്റററി വർക്ക്സ്, മലയാളവും അതല്ലാത്തതും ഇന്ത്യക്ക് വെളിയിലുള്ള ഭാഷയിലുള്ളതൊക്കെ ആയിട്ടുള്ള. സോ മൈ ഫസ്റ്റ് ചോയ്സ് ഓൾവേസ് ഹാവ് ബിക്കം ദാറ്റ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് it opened up and it gave me a very good platform to stand on and create my work, my world, my art. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയില്ല. എനിക്കത് വളരെ എളുപ്പമാണ്. ബിക്കോസ് പ്രേക്ഷകരുടെ ഒരു ഇഷ്ടത്തെ ചിത്രീകരിക്കാനല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ കൃതി എൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു വൈകാരിക ലോകമുണ്ട്, ഒരു ദൃശ്യശ്രാവ്യ ലോകമുണ്ട്. അതിനാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. കാരണം ഓരോ വായനക്കാരനും അഗ്നിസാക്ഷിയോ ഖസാക്കിൻ്റെ ഇതിഹാസമോ അവരുടേതായ രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും. ബട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലോകമാണ്. അതിനോട് ഞാൻ പൂർണ്ണമായും നീതി പുലർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പതിവ് പ്രയോഗമുണ്ടല്ലോ, വായനക്കാരനോട് രചനയോട് നീതി പുലർത്തുക എന്നുള്ളത്. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നീതി പുലർത്തേണ്ടത് സിനിമ എന്നുള്ള മാധ്യമത്തോടാണ്, പ്രേക്ഷകനോടാണ്, തന്നോട് തന്നെയാണ്. കാഴ്ച എന്നുള്ള കഥ എൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു ലോകമുണ്ട്, ഒരു വാല്യൂസിൻ്റെയും ഒരു അതിനകത്തുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻഷ്യലായൊരു ലോകമുണ്ട്. അതിനെ എത്രമാത്രം ഇഫക്റ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ശ്രദ്ധ. അല്ല, തീർച്ചയായും അത് എടുക്കണം, അത് വേണം. It depends how you yeah. Saying that my plot was tampered with and all. അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. I was trained in theatre. In theatre, your basic job, a director's job, is to interpret the text. Like you take Shakespeare or Kalidasa or Tennessee Williams, and then you interpret it to your times and your values and your visual sensibilities. അതാണ് ചെയ്യേണ്ടത്. ആ ഒരു അപ്രോച്ച് തന്നെയാണ് സിനിമയിലും എനിക്ക് ഒരു വഴികാട്ടിയായിട്ടുള്ളത്. അല്ലാതെ ടെക്സ്റ്റിനെ ചിത്രീകരിക്കുകയല്ല എൻ്റെ ജോലി, ടെക്സ്റ്റിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യല്ല എൻ്റെ ജോലി, ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ സ്വന്തം കലയോടും സ്വന്തം കാലത്തോടും സ്വന്തം സെൽഫിനോടുമുള്ള നീതി പ്രവർത്തിക്കൊണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക് ഇൻ സം വേ. ഡെഫിനറ്റ്ലി ദെർ ആർ സം പീപ്പിൾ ഹു ആർ ഗോയിങ് ടു എൻജോയ് ഇറ്റ് അൾട്ടിമേറ്റ്ലി. കഥയുടെ വായനക്കാരെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അതിനെ പിന്തുടരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു വൃഥായത്നമാണ്. ഏത് വായനക്കാരനെ? ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം ഞാൻ വായിക്കുമ്പോൾ ഐ വാസ് എ ടീനേജർ. അക്കാലത്ത് ഞാനിപ്പോൾ സിനിമ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ മനസ്സ്, ഇന്നത്തെ ഈ കാലഘട്ടം, ഇന്നത്തെ നമ്മൾ മനുഷ്യനെയും സമൂഹത്തെയും മനസ്സിലാക്കിയ രീതി, സോ ഇറ്റ് ചേഞ്ചസ്. സോ ഏത് കാലഘട്ടത്തിൽ ഏത് വായനക്കാരനെ ഞാൻ തൃപ്തിപ്പെടുത്തും?